ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്നത് ഇറ്റ് ഈസ് ഗാഡ് വർക്കിംഗ് ഇൻ ദം. അവരിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നതാണ്. തിരുവചനം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഫോർ ഇറ്റ് ഈസ് ഗാഡ് ഹൂ വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ഹിസ് ഗുഡ് പർപ്പസ്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം തൻ്റെ ഉദ്ദേശ്യവും പ്രവൃത്തിയും നമ്മിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനോടുള്ള താല്പര്യവും ഇഷ്ടവും ആശയങ്ങളും അവിടുന്ന് ആദ്യം നമ്മുടെ ഉള്ളിൽ നൽകുന്നു. പിന്നെ നാം അത് നടപ്പാക്കുവാൻ പ്രവർത്തിക്കുന്നു. നാമല്ല, നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. എന്ന് വെച്ചാൽ നാം ചിന്തിക്കുന്നതിനും ആശയങ്ങൾക്ക് രൂപം നൽകിയതിനും പിന്നെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചതിനും നമുക്കൊരു മഹത്വവും എടുക്കാനില്ല. ഇന്ന് നമ്മളുണ്ടായിട്ടുള്ള ദൈവോദ്ദേശ്യപരമായ എല്ലാ നേട്ടങ്ങൾക്കും എല്ലാ ജീവിത വിജയങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണ്. അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് അവർ വിക്ടറി ആൻഡ് റൈഷ്യസ്നസ്. നമ്മുടെ ദൈവം നമ്മുടെ വിജയത്തിൻ്റെയും നീതിയുടെയും ദൈവമാണ്. അവിടുന്ന് ഉദ്ദേശിക്കുന്നതും ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയാണ്, നീതിയായതാണ്, വിജയം കൈവരിക്കുന്നതുമാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നന്മയ്ക്കായി എന്ന പദപ്രയോഗം ഗ്രീക്ക് പദമായ അഗാഥോസിൽ വേരൂന്നിയതാണ്. അതിനർത്ഥം പ്രയോജനകരം അല്ലെങ്കിൽ ധാർമ്മികപരമായി നല്ലത് എന്നാണ്. ഇത് ഉപരിവിപ്ലവമോ താൽക്കാലികമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇച്ഛയുമായി പൊരുത്തപ്പെടുന്ന അഗാധമായ ശാശ്വതമായ നന്മയാണ്, ജീവിത വിജയമാണ്. ഇത് ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയിലേക്ക് നമ്മെ അനുരൂപപ്പെടുത്തുന്നതിനുള്ള ആത്യന്തിക നന്മയുമായി യോജിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ ശാശ്വതമായ ഉദ്ദേശ്യം എന്നിലൂടെ നിറവേറ്റപ്പെടാനും അങ്ങയുടെ പ്രതിച്ഛായയിലേക്ക് അനുരൂപപ്പെടാനും അങ്ങെന്നിൽ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും എന്നെ ഇത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.